ഞങ്ങളിതാ നാട്ടിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ മ്ലാനതയാണ് എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പെൺകുട്ടികൾക്കും സ്വന്തം വീട്ടിൽ നിന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമം കാണും അല്ലേ. എന്നാൽ തിരിച്ചു പോകാണ്ടിരിക്കാൻ തോന്നുന്നു, അതുമില്ല. കുട്ടികളും ഭർത്താവും ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പെൺകുട്ടികളുടെയും ആത്മാവ് ഇരിക്കുന്നത് ആ കയറി ചെന്ന വീട്ടിൽ തന്നെയായിരിക്കും. അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം. വരാൻ എനിക്ക് ഒരുപാട് സന്തോഷമാണെങ്കിലും 2 ദിവസം അടുപ്പിച്ച് നിന്നാൽ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് തോന്നും. അതുപോലെ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന ദിവസമാണെങ്കിൽ ആദ്യത്തെ കുറച്ച് നേരം ഈ പറഞ്ഞ പോലെ മുഖത്തെ ആ മ്ലാനത അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. എന്നാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നെ കഴിഞ്ഞും സങ്കടം മക്കൾക്കായിരുന്നു കേട്ടോ, അച്ഛനും അമ്മേനും വിട്ടിട്ട് പോവാൻ. അവർക്ക് തിരിച്ചും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ തുരങ്കം കയറി ഇറങ്ങി. അപ്പോൾ കാറിൽ കയറി കഴിഞ്ഞാൽ എനിക്കും മക്കൾക്കും വിശപ്പാണ് കേട്ടോ. ഒരു പ്രത്യേക തരം വിശപ്പാണ്. അങ്ങനത്തെ അസുഖമുള്ളവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കാറിലിരുന്ന് നിങ്ങളോട് കുറേ എന്തൊക്കെയോ സംസാരിച്ചായിരുന്നു, പക്ഷേ ഓഡിയോ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് അത് ഞാൻ പിന്നെ കട്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ വിശപ്പിൻ്റെ വിളി സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ വിഷമവും പോയി, സങ്കടവും പോയി, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടി മതിയെന്നായി. അങ്ങനെ ശരവണ ഭവൻ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി കേട്ടോ. ലോങ് ജേർണി ആകുമ്പോൾ എപ്പോഴും നല്ല ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വയറിനൊക്കെ വല്ല കേട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പണി പാളി എന്ന് വേണം പറയാൻ. അപ്പോൾ ഞാൻ നല്ല മസാല ദോശ, എപ്പോഴും റണ്ണിങ് ആയിട്ടുള്ള ഫുഡാണ് ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്യുള്ളൂ. മസാല ദോശ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ആയതുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കഴിച്ചപ്പോഴത്തേക്കും വയറിൻ്റെ ആ കത്തലൊന്ന് മാറിക്കിട്ടി. പിക്കൂനായിരുന്നു പിന്നെയും മടിയും ഒരു വിഷമവും കഴിക്കാൻ ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അവന് വാരി കൊടുത്തു. പിന്നെ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ നിർബന്ധിക്കാനൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, പണ്ട് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ കേട്ടോ, ഇങ്ങനെ ലോങ് ജേർണി ഒന്നും നടത്തിയിട്ടുള്ള ശീലം എനിക്കില്ലാത്ത കാരണമാണ് കാറി കയറിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ശരത്തേട്ടൻ പിന്നെ നല്ല ഡ്രൈവറായ കാരണം കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് വണ്ടി ഓടിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് കത്തി വെച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയത് അറിഞ്ഞതേയില്ല. രാവിലെ 6 മണിക്ക് ഇറങ്ങിയ കാരണം കൊണ്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 3 മണി ആയപ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. വന്ന പാടെ കിടക്കാനുള്ള സെറ്റപ്പ് വീട്ടിലാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഒപ്പം അടുത്ത ദിവസം തൊട്ടെങ്കിലും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹവും എനിക്കുണ്ടായിരുന്നു. ശരത്തേട്ടന് ഒറ്റ ദിവസം മാത്രമാണ് ലീവ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ മൂപ്പരുടെ ഒരു സഹായവും എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ശരത്തേട്ടൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, മോളെ നാളെ തൊട്ട് ഞാൻ ഉണ്ടാവില്ല, വേണമെങ്കിൽ വന്നാൽ ഒപ്പം നിന്ന് എല്ലാം ക്ലീനിങ്ങും എളുപ്പം തീർക്കാന്ന്. അങ്ങനെ ഞാനും ശരത്തേട്ടനും കൂടി യുദ്ധം ആരംഭിച്ചു. ഒരു മാസം വീട്ടിലിരുന്ന് സുഖിച്ചേനുള്ളത് ഞാൻ ഇവിടെ വന്നിട്ട് പണിത് തീർത്തു എന്ന് വേണം പറയാനായിട്ട്. എനിക്കറിയാമായിരുന്നു ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന്. അത് കാരണം കൊണ്ട് ഇത്തവണ പോകുന്ന പോക്കിൽ ക്ലീൻ ചെയ്ത് വെക്കാനൊന്നും ഞാൻ മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു സാഹസം കൂടി ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാൻ. പോകുന്നതിന് മുന്നേ തന്നെ ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ പൊടി പിടിച്ചിരിക്കുകയാണുമ്പോൾ വീണ്ടും ക്ലീൻ ചെയ്ത് നിൽക്കും. അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ പണ്ട് കുറേ ചെയ്ത് വെച്ചിട്ടുള്ള കാരണം കൊണ്ടും ഹെൽത്ത് ഇഷ്യൂസ് വന്ന കാരണം കൊണ്ടും ഞാൻ ആ പരിപാടി നിർത്തലാക്കി. പിന്നെ ആകെ കൂടി ചെയ്തു വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോകും. അതുപോലെ ശരത്തേട്ടനും ഇത്തവണ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് ടോയ്ലറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ ഹാർഡ് വാട്ടർ ആയ കാരണം കൊണ്ട് നന്നായിട്ട് കറ പിടിക്കും കേട്ടോ. അപ്പോൾ അത് ചെയ്ത കാരണം കൊണ്ട് വീട്ടിലെ ടോയ്ലറ്റിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അടുക്കളയൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കും തോറും അതിനകത്ത് പൊടി പിടിക്കും. അപ്പോൾ ശരത്തേട്ടൻ ഇവിടെ ആ സ്റ്റാൻഡ് തുടച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞോ എന്നായിരുന്നു ഞാൻ ചോദിച്ചത് കേട്ടോ. മുഴുവനായിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. ഇത്തവണ 1-2 കാര്യങ്ങൾ മുൻകൂറായിട്ട് ചെയ്തു വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വേറെ ഒന്നല്ല, പാറ്റയുടെ ശല്യം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാ കോർണറുകളിലും എല്ലായിടത്തും തേച്ച് വെച്ചിട്ടാണ് ശരത്തേട്ടൻ പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആളും എനക്കൊക്കെ ഉണ്ടാവുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ലാസ്റ്റ് ടൈം അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ അങ്ങനെ ചെയ്തു വെച്ചിട്ട് പോയത്.
എന്നിട്ട് അതിൻ്റെ ഗുണം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായി എന്ന് വേണം പറയാനായിട്ട്. ഒരൊറ്റ പാറ്റ പോലും ഉണ്ടായിരുന്നില്ല, പാറ്റക്കാട്ടവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഈ പൊടി പിടിച്ചു. അതും ഈ ഒരു സമ്മർ ആയ കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയും പൊടി വരാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ അടുക്കള മുഴുവൻ ഡീപ്പ് ക്ലീനിങ് ആണ് ചെയ്തത് കേട്ടോ. ടൈൽസാണ് നമ്മുടെ കിച്ചണിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പൊടിയും അഴുക്കും പെട്ടെന്ന് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് ടൈൽസ് ആയ കാരണം കൊണ്ട് എണ്ണയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തെറിച്ചാൽ പെട്ടെന്നാവും. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം നോക്കി നീറ്റാക്കിയിട്ട് എപ്പോഴും വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ടൈൽസിൻ്റെ സ്ഥാനത്ത് വേറെ ഏത് കളറായിരുന്നാലും നമ്മൾ അത്രയും ശ്രദ്ധ കൊടുക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു വൈറ്റ് ആയ കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും ശ്രദ്ധ കൊടുക്കാനും വൃത്തിയിൽ വെക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ അതൊരു കണക്കിന് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇത് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള വീടല്ലല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ അഭിപ്രായത്തിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നിയത് ഈ ഒരു അടുക്കളയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട് ചൂസ് ചെയ്യാനുള്ള കാരണം. കാരണം ഇവിടുത്തെ അടുക്കളകൾ വളരെ ചെറുതാണ്, ഇവിടെ താമസിക്കുന്നവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മുടെ അടുക്കള അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. എന്ന് കരുതി നാട്ടിലേത് വെച്ച് കമ്പയർ ചെയ്യാനായിട്ടൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് സ്ഥലമൊക്കെ മേടിച്ച് നമ്മൾ സ്വന്തമായിട്ട് പണിയുന്ന വീടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം. നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഒരുപാട് വീടുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീട് സെലക്ട് ചെയ്തത് കേട്ടോ. ഞങ്ങൾക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ അടുക്കളയുടെ ഫൈനൽ ഘട്ടത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം തീരില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കലും കാര്യങ്ങളും ഒന്നും നടക്കില്ല. അത്രയും ഇരുട്ട് ഈ അടുക്കളയിലേക്ക് വരും കേട്ടോ. കുറച്ച് വെളിച്ചം മാത്രമേ നമ്മുടെ അടുക്കളയിലേക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ഡീപ്പായിട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇത്രയും ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കബോർഡും കൂടിയും ക്ലീൻ ചെയ്യണതിൻ്റെ ഉദ്ദേശം എനിക്ക് ഇന്ന് സാധനങ്ങളും കൂടി മേടിച്ച് അറേഞ്ച് ചെയ്ത് വെക്കണമായിരുന്നു. നാളെ തൊട്ട് കുക്ക് ചെയ്യണം എന്നൊക്കെയാണ് മനസ്സിൽ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതും കൂടി ചെയ്തിട്ട് ഇന്നത്തെ ജോലി അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ബൈ ദ ബൈ, ഞാൻ ഇവിടെ ചെയ്യുന്ന നേരം കൊണ്ട് ശരത്തേട്ടൻ റൂമുകളൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾക്ക് കിടക്കാനുള്ള സെറ്റപ്പും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ വീഡിയോ എടുക്കാൻ പോയി ഇവിടുത്തെ പണി നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.